നമുക്കിന്നൊരു അടിപൊളി ഗുലാബ് ജാമുൻ ഡെസേർട്ട് ഉണ്ടാക്കിയാലോ? അപ്പൊ ഹലോ ഗൈസ്, സിനാമിക ഗൈസ്. അപ്പൊ ഞാൻ ഇന്ന് ഈ ബ്രൗൺ ബ്രെഡ് വെച്ചിട്ട് ഒരു അടിപൊളി ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ പോവുകയാണ്. ഫസ്റ്റ് ടൈമാണ് ഈ ബ്രൗൺ ബ്രെഡ് വെച്ച് ഉണ്ടാക്കുന്നത്. കാരണം ഉണ്ടാക്കി കഴിഞ്ഞ് പകുതി ആയപ്പോഴാണ് മനസ്സിലായത് ഇത് മൈദ ബ്രെഡ് അല്ല, ബ്രൗൺ ബ്രെഡ് ആണെന്നുള്ളത്. പിന്നെ വന്നിട്ട് ബ്രൗൺ ബ്രെഡ് ആണെന്ന് പറഞ്ഞ് ഇവനങ്ങ് തള്ളിക്കളയണ്ട, സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ ഗൈസ്, ബ്രെഡിന്റെ കറുത്ത 4 ഭാഗങ്ങൾ മുറിച്ച് കളയുക. നമുക്ക് വേണ്ട, നമുക്ക് വെളുത്ത ഭാഗം മാത്രം മതി. അത് കുറച്ച് മിക്സിൽ എടുത്തിട്ട് കുറച്ചൊന്ന് അടിച്ചെടുക്കണം. ശേഷം കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് ചെറിയ ഉണ്ടലായിട്ട് നമ്മളെടുത്ത് മാറ്റി വയ്ക്കണം. അത് നമ്മൾ നെയ്യിലോ എണ്ണയിലോ പൊരിക്കണം. സത്യം പറഞ്ഞാൽ നെയ്യിൽ പൊരിക്കുന്നതാണ് ടേസ്റ്റ്. ഇതൊക്കെ ചെയ്തതിന് മുന്നേ നമ്മൾ പഞ്ചസാര ലൈനി ഉണ്ടാക്കാൻ വെക്കണം. കാരണം ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് ടൈമിൽ നമുക്കത് കിട്ടും. അങ്ങനെ എല്ലാം ഗുലാബ് ജാമുൻ നല്ല ഗീയിൽ പൊരിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. കണ്ടോ, ഈ ഒരു കളർ ആകുമ്പോഴത്തേക്കും നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. അങ്ങനെ ചൂടോടെ പഞ്ചസാര ലൈനിൽ ഇട്ടതിന് ശേഷം 1 മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യണം. കാരണം എത്രത്തോളം വെയിറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് പിന്നെ വെറുതെ കഴിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഐസ്ക്രീമും അതിന്റെ കുറച്ച് ബൂസ്റ്റും കൂടെ തട്ടിയിട്ടാണ് ഞാൻ കഴിക്കുന്നത്. ട്രസ്റ്റ് മീ ഗൈസ്, എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ബ്രെഡിൽ ഉണ്ടാക്കുന്ന വേറെ ടേസ്റ്റ് ആണ്. ബ്രൗണോ വൈറ്റോ വാട്ടവർ, നമ്മളുടെ ഒരു ഇന്നോവേഷൻ അനുസരിച്ചിരിക്കും ഫുഡിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്.